ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് ബറാത്ത് രാവൊക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ബറാത്ത് രാവിലെ ഇന്ന് ചക്കര ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ശർക്കര എടുത്തിട്ടുണ്ട് ഞാന്, ഏലക്ക, പഞ്ചസാര പൊടിച്ചതുണ്ട്, അരി പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത്, ഉപ്പുണ്ട്, തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പൊ നീ നമ്മള് ചക്കര ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അരി ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അരി നന്നായിട്ട് കഴുകി എടുക്കട്ടെ കേട്ടോ. അപ്പൊ അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഓഫർ കുക്കറാണ് കേട്ടോ. ഇതിലാട്ടോ ചക്കര ചോറ് ഉണ്ടാക്കാൻ പോണത്. മൂന്ന് ഗ്ലാസ് അരി ഇട്ട് എടുത്തിട്ടുള്ളത്. അതിൽ 6 ഗ്ലാസ് വെള്ളം ഉണ്ട് കേട്ടോ. അരിയൊക്കെ ഇട്ട് ആദ്യം നമ്മൾ ചോറ് വേവിച്ചെടുക്കട്ടോ. എന്നിട്ടാണ് ശർക്കര ഒഴിച്ച് പാലുള്ളൂ. ശർക്കര പാനി ഒഴിച്ച് പാലില് ചോറ് വെന്തതിന് ശേഷമാണ്, വെറും ചോറ് അരിയാണ് കേട്ടോ കുക്കറിലിട്ട് വേവിക്കുന്നത്. ചോറാവട്ടെ. അപ്പൊ നമ്മൾ ചോറായി വരുമ്പോഴേ നമുക്ക് ശർക്കരനെ ഒന്ന് ഉരുക്കി എടുക്കാൻ കേട്ടോ. അത് ശർക്കര ഈസി കുക്കുമ്പലാട്ടോ വെക്കണത്. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ശർക്കര ഇട്ടിട്ട് അതിന്റെ പാനി മാത്രം എടുക്കാം. അപ്പൊ നമ്മള് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് നാല് ശർക്കര ഇട്ടോ ഇടാൻ പോണത്. നമ്മൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയാണ് കേട്ടോ ശർക്കര ഇടേണ്ടത്. അപ്പൊ നമ്മളെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വേവുന്നുണ്ട് കേട്ടോ. ശർക്കര നമ്മൾ പൊടിച്ചിടണതാട്ടോ ഏറ്റവും നല്ലത്. എന്താ പറയാ, പെട്ടെന്ന് നമുക്ക് ശർക്കര അലിഞ്ഞു കിട്ടും. ഇത് പൊടിക്കാതെ ഇട്ടാലും അരിയാൻ പണിയാണ്. ചോറൊക്കെ റെഡി ആയിട്ടോ. ഒരു വിസിലടിച്ചപ്പോ ഞാൻ ഓഫ് ആക്കിണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒഴിക്കണം കേട്ടോ, അതിന്റെ എയറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം. അപ്പൊ നമ്മൾ ചോറ് തുറന്ന് നോക്കട്ടെ. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്ത്. ഇത് ശർക്കരപ്പാനി ഒഴിക്കുമ്പോ ഒന്നും കൂടി വേവേണ്ടി വരുമോ. അപ്പൊ നമ്മളെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറിലൊഴിക്കുക. മൂള് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഇതിൽ കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മധുരം അത്ര അതിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിക്കുന്നത്. അത് നമ്മളെ ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണിത്. നമുക്ക് ഒരു ഇത്തിരി ഉപ്പിടണം കേട്ടോ. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമുള്ള ഉപ്പാണിട്ടത്. അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അടിപൊളി. ഇനി നമ്മള് തേങ്ങ കേട്ടോ, ഇത് ലാസ്റ്റ് ആട്ടോ തേങ്ങ ചേർക്കണേ. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കണം. അപ്പൊ അങ്ങനെ നമ്മള് ചക്കരച്ചോറ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇതിൽക്ക് ഒരു കാര്യം കൂടി ഉണ്ടോ, ഇതിൽ കുറച്ച് പപ്പടം പൊരിക്കാനുണ്ട്. പപ്പടം ചക്കരച്ചോറും കൂടി ആട്ടോ ഇവിടെ ഞങ്ങൾ കഴിക്കല്. ചോറ് റെഡി. ഇപ്പൊ മധുരം ചേർന്ന് നോക്കിയാന്ന് ആവശ്യത്തെ ആ തുള്ളി മധുരം ചേർക്കില്ല. നോക്കിയൊക്കെ മധുരം പപ്പടം പൊരിച്ചെടുക്കട്ടെ കേട്ടാ. നല്ല പപ്പടം അല്ലേ, നല്ലത് പോയോ. പപ്പടൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടോ മോള് സ്കൂളിട്ട് വന്നതാട്ടോ. അപ്പൊ മോള് സ്കൂളിട്ട് വന്നത് എന്റെ അടുത്ത് ഇരിക്കാറട്ടോ. വന്നിട്ട് ഈ ചോറ് വിളമ്പണേ ഇവിടെ അങ്ങോട്ട് പരത്തിയിട്ട്. അപ്പൊ ഞമ്മള് മോളൊക്കെ വന്നിട്ടോ, ഇനി നമ്മള് ചോറ് വിളമ്പിയിട്ട് കഴിക്കാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങള് കഴിക്കാൻ കേട്ടോ. അപ്പൊ ഉപ്പച്ചിയും കുട്ടിയും ചക്കരച്ചോറും പപ്പടവും കൂടി കേട്ടോ കഴിക്കണത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചക്കരച്ചോറ് കഴിക്കുക, നിങ്ങൾക്ക് എങ്ങനെ പപ്പടം കൂട്ടി കഴിക്കുവോ? ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടായോ പറയാം, ഇഷ്ടായോ? അപ്പൊ ഇത് ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. ഞങ്ങൾക്ക് ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടോ, 2 ഗസ്റ്റുകളുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ ഇവരൊക്കെ. അപ്പോൾ ഇവര് ഞങ്ങൾ വിളിച്ചിരുന്നു കേട്ടോ. ബറാത്ത് ചോറൊക്കെ റെഡി ആയിക്കണുണ്ട്. അപ്പോൾ ഓല് കഴിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ ഓൽക്കും വരാത്ത ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓല് നല്ല കഴിക്കണ്ട കട്ടൻ ചായ കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത്. പപ്പടം ചോറും കട്ടൻ ചായ മതി പറഞ്ഞിട്ടോ അവർ കഴിക്കണത്. അപ്പോൾ അതിൻ്റെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ. അത് ഞങ്ങളുടെ ഇവിടുത്തെ അടുത്ത വീട്ടിലത്തെ കുട്ടി തന്നെയാണ് കേട്ടോ അവന്. അപ്പോൾ ഓന് ഞങ്ങൾ ചോറിനാ നിർബന്ധിക്കട്ടോ. അവൻ അവിടെ വീട്ടിൽ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ നെയ്യപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ടോ എന്നോട്. അപ്പോൾ അവന് കട്ടൻ ചായ മതി പറഞ്ഞിട്ട് ചായ ഉണ്ടോ കുടിക്കുന്നത്. അപ്പം ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഒരു വന്നത് കഴിക്കാൻ. അപ്പം ഇനി കഴിച്ച് കഴിഞ്ഞ ഒരു പോവാണ് കേട്ടോ. ഇവരൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും വരുന്നതാണ് കേട്ടോ. മോളപ്പൻ്റെ ഫ്രണ്ടുകളാണ് കേട്ടോ ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ എപ്പോഴും വരും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഓരെന്നെ ഇവിടെ നിന്ന് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല ബെസ്റ്റ് ഫ്രണ്ടുകളാണ്.